ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് പഴയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ഒരു റെസിപ്പിക്കായിട്ട് ആവശ്യമായിട്ടുള്ളൂ. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്കായിട്ട് പഴം തിരഞ്ഞെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം. എന്നാൽ ഓവർ പഴുത്ത് കറുത്തു പോയിട്ടുള്ള പഴം ഉണ്ടല്ലോ, ആ ഒരു രീതിയിലുള്ളത് എടുക്കാതിരിക്കാതിരിക്കണം നല്ലത്. അപ്പോൾ ആ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നാൽ ഓവർ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ, ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ പഴം മൊത്തമായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നെയ്യോ ബട്ടറോ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെയ്യിലും ബട്ടറിലൊക്കെ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നെയ്യും ബട്ടറൊന്നും കയ്യിലില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഓരോ പഴത്തിൻ്റെ സ്ലൈസും എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പഴത്തിൻ്റെ സ്ലൈസ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കളർ ആവുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് റെഡി ആയിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പഴം മുഴുവനായിട്ട് തന്നെ വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം പാനിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് കുറച്ച് മാത്രം തേങ്ങ മതി. ഞാനിപ്പോൾ 2 കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നാൽ ഈ ഒരു തേങ്ങ ഓവർ ക്രിസ്പി ആയിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെക്കാം. അപ്പോൾ ഇത് തേങ്ങ ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഓവർ കളർ മാറിയിട്ട് ക്രിസ്പി ആവാനൊന്നും നിൽക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ പഴം ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്, തേങ്ങ ഇവിടെ വറുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഓരോ സ്ലൈസും പഴം എടുത്തിട്ട് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വെച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മാത്രം മതി കേട്ടോ. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ അവിടെ നിന്നോളും. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ എൻഡിൽ വരുന്ന ആ ഒരു പോർഷന് ജസ്റ്റ് ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതവിടെ കറക്റ്റായിട്ട് തന്നെ ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് ഈ രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ മാക്സിമം കാഷ്യൂനട്ട് റൈസിൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ തേങ്ങ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പോർഷൻ ഒന്ന് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് തന്നെ ഒട്ടി നിന്നോളൂ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നമുക്ക് മുഴുവനായിട്ടും ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിലെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ. അത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ചായയൊക്കെ തിളക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. എന്നാൽ ഓവർ ഇൻഗ്രീഡിയൻസും ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാഴ്ചയുടെ ഭംഗിയിൽ തന്നെ അവർ എന്തായാലും ഒരു സ്നാക്ക് കഴിക്കും, ഷുവറാണ്. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. എന്നാൽ നമുക്ക് അവർക്ക് വെച്ച് കൊടുക്കാൻ ഒരു വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നല്ല കഴിക്കാനായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്ത് നോക്കുക. ആ ഒരു കാണാനുള്ള ഭംഗിയിൽ അവരെന്തായാലും ഇത് കഴിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.